Hello, ladies and gentlemen. Retro. Yes, കാർത്തിക് സുബരാജ് നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ സൂര്യയുടെ സിനിമയാണ്. ഈ സിനിമ ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് പോയി കണ്ടായിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക ഭയങ്കരമാണോന്നൊന്നും പറയാനില്ല, പക്ഷേ ഒരു നല്ലൊരു വൺ ടൈം വാച്ച് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇത് എല്ലാവർക്കും അതങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നും തോന്നിയില്ല. ബിക്കോസ് ഈ സിനിമയിൽ ഒരുപാട് നല്ല രീതിയിൽ പുള്ളിയുടേതായ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, സ്ലേവറിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ പറയാം, ഇത് എനിക്ക് സത്യം പറഞ്ഞ് വളരെ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കൊരു വൺ പീസിൻ്റെ എപ്പിസോഡ് കണ്ടുപോലെയാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് ഒരു ഐലൻഡിൽ നടക്കുന്ന ഒരു പ്രശ്നം, നിങ്ങൾ വൺ പീസ് കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു 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 വിഭാഗം ആൾക്കാരെ മറ്റേ അടിച്ചമഴ്ത്തി ജീവിക്കുന്ന ഒരു രാജഭരണം പോലത്തെ സംഭവവും, ഒരു കൊളോസിയം പോലത്തെ ഒരു പരിപാടിയും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം. ഇത് ഞാൻ കാര്യമായിട്ടും പറയുന്നത്, അനിമെ വൺ പീസ് കാണുന്നവർക്ക് ചിലപ്പം ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും രീതിയിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതൊരു ചോസൺ വൺ പോലത്തെ ഒരു സാധനമൊക്കെ ഞാൻ പറയാം, അത് അങ്ങനത്തെ ഒരു സാധനം ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഇതൊരു റൈസ് ഓഫ് എ ഹീറോ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം വർക്കാവാം. ആൻഡ് സിനിമ ഞാൻ പറഞ്ഞേ ഒന്ന് ഭയങ്കര ലെങ്ത് കൂടിപ്പോയെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സൂര്യ പുള്ളിയായിരുന്നു, കിടിലം സ്ക്രീൻ പ്രസൻസും ഫൈറ്റും പുള്ളിയുടെ ലുക്കും അടിപൊളിയാണ്. ഞാൻ പറയുന്നത് ഭയങ്കര രസമായിരുന്നു. കുറേ നാൾക്ക് ശേഷം ആ ഒരു നമുക്ക് അങ്ങനത്തെ ഒരു സൂര്യ കാണാൻ പറ്റുന്നു. നല്ല സ്വാഗ്, നല്ല സ്റ്റൈല്, ഇടുന്ന ഡ്രസ്സൊക്കെ ഒരു 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 കരാട്ടെ സംഭവം. ഈ പടത്തിലൊരു കരാട്ടേനെയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ക്വിന്റൻ ടെറന്റീനോ നറേഷൻ സ്റ്റൈലാണ്, മറ്റേ ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് വെച്ചിട്ട്. പിന്നെ നമുക്കൊരു പഴയ കാലത്തെ ജാക്കി ചാൻ്റെ ഒക്കെ പടം പോലത്തെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്യൂഷൻ പോലെയൊക്കെയാണ് കാർത്തിക് സുബരാജ് ഈ സിനിമയിൽ മേക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു പടം, അതിനനുസരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും. പിന്നെ എനിക്ക് ആ ലവ് ആംഗിൾ ഭയങ്കരമായിട്ട് എന്നെ അങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചില്ല. അവർ ഭയങ്കരമായിട്ട് ഇതൊരു ലവ് സ്റ്റോറിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് അതിനെയും കാട്ടിലും മറ്റേ ജോജു ജോർജും പുള്ളിയുടെയൊക്കെ തമ്മിലൊക്കെ ഉള്ള കുറേ നല്ല സീനുകളുണ്ട്. പിന്നെ നമ്മളെ മറ്റേ പാട്ട്, ആ കല്യാണത്തിനിടയിലുള്ള പാട്ടിൻ്റെ ആ ഒരു സീക്വൻസ്, വൺ ഷോട്ട് വേറെ ലെവലായിരുന്നു കേട്ടോ. സൂപ്പർബായിട്ട് അവരത് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആക്ഷൻ സെറ്റ് പീസസ് ആണെങ്കിലും എല്ലാം ബ്യൂട്ടിഫുള്ളി അത് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയും, ഒരു വൺ ടൈം വാച്ച് ഒരു പടമാണ്. ആൻഡ് എനിക്ക് ഒരുപാട് അങ്ങോട്ട് സ്റ്റോറിയിലോട്ടൊന്നും അങ്ങോട്ട് ഞാൻ കൈ വയ്ക്കുന്നില്ല. ഒരു കാർത്തിക് സുബരാജിൻ്റെ നമ്മൾ ജിഗർ ദണ്ഡ, പക്ഷേ അല്ല, ജിഗർ ദണ്ഡയിലൊന്നും അത്ര എന്ന് പറഞ്ഞില്ല. ജിഗർ ദണ്ഡ 2-ൻ്റെ ഒന്നും അത്ര ഒരു ഇമോഷണലി നമ്മളെ അറ്റാച്ച്ഡ് ഒന്നും എന്നെ ചെയ്തില്ല. ഞാൻ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ജോജി ചേട്ടനൊക്കെ കിഡിലായിട്ടുണ്ട്. പൂജ ഹെഗ്ഡെ വാസ് നൈസ്. പിന്നെ നമ്മുടെ ജയറാം മട്ടനുണ്ട്, ടിപ്പിക്കൽ ഗെയിം ചേഞ്ചറിലൊക്കെ ചെയ്ത പോലത്തെ ഒരു സൈഡ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ സിനിമയിലും ഫീൽ ചെയ്തത്. സോ യാ, ഇറ്റ്സ് എ ഗുഡ് വാച്ച്. പക്ഷേ ഭയാനകം എന്നൊന്നും എനിക്ക് പറയാനില്ല. നല്ലൊരു സിനിമയാണ്. എങ്ങനെ നോക്കിയാലും കങ്കുവം കാട്ടിലൊക്കെ ഒരു 10,000 പ്രാവശ്യം ബെറ്ററാണ് ഈ പടം. ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്, ടു ബി ഓണസ്റ്റ്. ഐ എൻജോയ്ഡ് ഇറ്റ്. ആ അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഞാൻ എൻജോയ് ചെയ്തു. ഞാനൊരു വൺ പീസ് എൻ്റെ മനസ്സിൽ എവിടെയൊക്കെ ഒരു സീക്വൻസ് വന്നപ്പോൾ ഇത് വൺ പീസ് ഒക്കെ പോലെ ഉണ്ടല്ലോ ഇവിടെ എന്നൊരു ഫീലിൽ കയറിയിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടതേ. ഉള്ള കാര്യം പറയില്ല, ഐ എൻജോയ് ദിസ് മൂവി. ആൻഡ് നിങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം. ഞാൻ സ്ട്രിക്ട്ലി എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാം ഈ ഓഞ്ഞ പടത്തിനൊക്കെ എങ്ങനെയാണ് നല്ല പറയണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അത് എനിക്ക് തോന്നിയത് ഞാൻ പറയണേ. ഞാൻ ആരെ ഇവിടെ തലയിൽ മറ്റേ തോക്ക് വെച്ചിട്ടൊന്നും പോയി സിനിമ കാണാനോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മേടിക്കാനോ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട്, ഞാനത് ചെയ്യുന്നു. ഞാൻ എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. പിന്നെ എനിക്ക് എന്തായാലും ഇതിനെ പറ്റി പറയാനുള്ള ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പറഞ്ഞ് തുടങ്ങിയ സ്പോയിലറാവും, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് താഴെ വന്ന് പറയാറേ. ഞാൻ പോകും. ബൈ ബൈ.